എല്ലാവർക്കും കാപ്പി വേണം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇന്നാണെങ്കിൽ തിരുവോണ ദിവസം ആണ്. രാവിലെ തന്നെ നമ്മളുടെ പണി തുടങ്ങി. നമ്മൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി നമ്മൾ പൂക്കളമൊക്കെ തീർക്കുവാണ്. അപ്പോൾ പൂക്കൾ നമ്മൾ എടുത്തിട്ടുള്ളത് ജമന്തിൻ്റെ ആ ഒരു യെല്ലോ കളറും ഓറഞ്ച് കളറും പിന്നെ ഇതുപോലത്തെ ഒരു പൂവ് ഉണ്ടായിരുന്നു, നല്ല വയലറ്റ് കളറിൽ. അപ്പോൾ അതും കൂടെ വെച്ചാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ഇതുപോലെ പശുവൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചാണകം വാങ്ങിച്ചിട്ട് വന്നു. അതാണ് ഇന്ന് രാവിലെ മുറ്റത്തൊക്കെ മെഴുകി അതിൻ്റെ പുറത്താണ് നമ്മൾ അത്തം ഇടുന്നത്. ഇന്നലെ വൈകിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് ഇന്ന് എന്തായാലും മഴ കാണുമെന്ന്. രാവിലെ തന്നെ പൂക്കളത്തിൽ നടുക്ക് വയ്ക്കാനുള്ള ആ ഒരു ഓണത്തപ്പന ഞാനാണെങ്കിൽ ഉണ്ടാക്കി. അപ്പോൾ അത് 3 എണ്ണം ഉണ്ടാക്കി ഇതുപോലെ പൂക്കളത്തിന് നടുക്ക് വെച്ചു. പിന്നെ സൈഡിലായിട്ട് നമ്മളുടെ ഗണപതിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ പൂക്കളത്തിൻ്റെ ഔട്ടർ ലുക്ക് ഇങ്ങനെയാണ്. പിന്നെ നമ്മളുടെ വീട്ടിൻ്റെ അപ്പുറത്ത് അനിയത്തിയാണെങ്കിൽ ഈ ഒരു അത്തമാണ് ഇട്ടിരുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളുടെ അത്തത്തിന് കാട്ടി അടിപൊളിയായിരുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡലിയും ചമ്മന്തിയും ആയിരുന്നു. അങ്ങനെ അനിയത്തി കഴിച്ചു, ഞാനും കഴിച്ചു. ഗൈസ്, അപ്പോൾ നമ്മളുടെ അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയാണെങ്കിൽ നമുക്ക് നേരെ കുളിച്ചിട്ട് വന്ന് ബാക്കി പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട് തിരുവോണമായിട്ട്. ഗൈസ്, അപ്പോൾ കുളിച്ചിട്ട് റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ തന്നെ അനിയത്തിയാണെങ്കിൽ വന്ന് ഊഞ്ഞാലിത്തിരി താത്തിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ വിളയിലോട്ട് പോയി. അപ്പോൾ നമ്മൾ ഇത്തവണ 2 ഊഞ്ഞാലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യം കിടക്കുന്ന ആ ഒരു ഊഞ്ഞാലാണ് ഇത്തിരി ഹൈറ്റ് കൂടിപ്പോയത്. അങ്ങനെ ഞാൻ നേരെ അനിയത്തിയും കൂടെ വിളിച്ച് അങ്ങനെ ഊഞ്ഞാൽ അഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓണം എക്സാമൊക്കെ ഒടുവിൽ അവസാനിച്ച് പിന്നെ ആ ഒരു ദിവസം തന്നെയാണ് അപ്പോൾ ഊഞ്ഞാൽ ഇട്ട് തന്നതും. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഈ ആ ഒരു വർഷത്തിൽ ഓണത്തിന് മാത്രം ഊഞ്ഞാലാടുന്നത് നമ്മൾ കാത്തിരുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ മണിക്കുട്ടിയും ബാക്കി മാമനും മാമിയും ഉണ്ണിക്കുട്ടനും ഒക്കെ നാളെ പോവും. അപ്പോൾ അതിൻ്റേതായ വിഷമവും ഉണ്ട്. അമ്മാമ്മേരെ വീട്ടിൽ പോകുന്നതാണ് കേട്ടോ അവർ. പിന്നെ ഞാൻ ഊഞ്ഞാലൊക്കെ അഴിച്ചിട്ട് കൊടുത്തു. അങ്ങനെ മണിക്കുട്ടിയൊക്കെ ആടി. എന്നിട്ട് അതിന് ശേഷം ഞാനും ആടി. അങ്ങനെ വീട്ടിൽ പോയപ്പോൾ അമ്മാമ്മയെ കണ്ടു. എല്ലാവർക്കും കാപ്പി വേണം. അങ്ങനെ എല്ലാവരെയും അമ്മാമ്മ വിഷ് ചെയ്തിട്ട് അടുക്കളയിലത്തെ പണി നോക്കിപ്പോയി. അപ്പോൾ ഇന്ന് സദ്യ ആയതുകൊണ്ട് തന്നെ വീട്ടുകാരെല്ലാവരും തിരക്കിലാണ് കേട്ടോ. ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന ഒരു വലിയൊരു വെള്ളരിക്ക എടുത്തുകൊണ്ട് പോയി. അത്യാവശ്യം നല്ല സൈസായിരുന്നു. ഇന്നാണെങ്കിൽ സദ്യയുടെ കൂടെ നമ്മൾ വയ്ക്കുന്നത് ബീട്രൂട്ട് തോരനാണ്. അതുകൊണ്ട് തന്നെ അമ്മയാണെങ്കിൽ ബീട്രൂട്ട് കൊത്തുന്നുണ്ട്. പിന്നെ ബാക്കി സാമ്പാർ, പരിപ്പ് അതിനുള്ള സംഭവങ്ങളൊക്കെ അമ്മാമ്മ ചെയ്യുന്നുണ്ട്. ഇത് സാമ്പാറിന് മലക്കറി അരിയുന്നതാണ് കേട്ടോ. പിന്നെ ചേമ്പ് മുട്ടയൊക്കെ അരിയുന്നുണ്ട്. ഗൈസ്, ഇനി അടുത്ത ഐറ്റമാണ് നമ്മളുടെ സേമിയ. അപ്പോൾ സേമിയ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിയാൻ വേണ്ടിയിട്ട് മണിക്കുട്ടിയാണ് ഇവിടെ ആക്കിയത്. പിന്നെ അടുത്തിരുന്ന് അപ്പം ഇതുപോലെ സേമിയ തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ നല്ല രസമാണ് കേട്ടോ സേമിയ തിന്നാൻ. അങ്ങനെ ഞാനും കുറച്ച് തിന്നു. കുറച്ച് നേരമൊക്കെ നമ്മൾ ഊഞ്ഞാലാടിയിട്ട് എല്ലാ കുട്ടീസും നമ്മൾ വീട്ടിനകത്ത് കയറി. പിന്നെ ഒരു പാക്കറ്റ് നിറയെ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇലയിൽ വെക്കാനായിട്ടാണ്. പിന്നെ അതിലൊന്ന് പൊട്ടിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ഓരോ പീസ് എടുത്തു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം TV ഒക്കെ കണ്ടു കേട്ടോ. പിന്നെ ഒന്ന് അടുക്കളയിലൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. മാമിയാണെങ്കിൽ തൂത്തോണ്ടിരിക്കുമായിരുന്നു. പിന്നെയാണെങ്കിൽ ഇതുപോലെ സാമ്പാറിനുള്ള കുറച്ച് ഐറ്റംസ് അടുപ്പിലുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് ഇളക്കി. പിന്നെ ബാക്കി ഇതുപോലെ അവിയലിനുള്ളതും പിന്നെ തോരനുള്ളതും എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു ടൈം കൊണ്ട് നമ്മളാണെങ്കിൽ വീണ്ടും ബോറടിച്ചുകൊണ്ട് വീണ്ടും ഒന്ന് ഊഞ്ഞാലാടാനായിട്ട് പോയി. താത്തയാണെങ്കിൽ ഇന്നലെ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഓണക്കോടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതുപോലത്തെ മഞ്ഞ തുണി. അപ്പോൾ അതെല്ലാവരും കഴുത്തിലും കയ്യിലും ഒക്കെ ഇട്ടു. പിന്നെ നമ്മളങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് കളിച്ച് ചിരിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ രണ്ടുപേരും ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എന്തിനാണ് നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് അനിയത്തിയുടെ കൂടെ ഇരുന്ന് ഞാൻ ഊഞ്ഞാലാടി. നല്ല രസമുള്ളൊരു പരിപാടി തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ അധികം നേരം നമ്മൾ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടിയിട്ടുണ്ടായിരുന്നു. ഒരു ഊഞ്ഞാൽ ഉണ്ണിക്കുട്ടനും ബാക്കി ഒന്ന് നമുക്കും ആടാൻ വേണ്ടിയിട്ടാണ് കെട്ടിയത്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഊഞ്ഞാലാടും. ബാക്കിയുള്ള ടൈം നമ്മളാണ് ഊഞ്ഞാലാടുന്നത്. അതിനുശേഷം നമ്മളാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ, സദ്യ കഴിക്കാൻ. അപ്പോൾ കുറേ വാഴയില മാമൻ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ കഴുകി തുടച്ച് നല്ലപോലെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത് പപ്പടമൊക്കെ പൊരിച്ചിറക്കി അടിപൊളിയായിട്ട് എല്ലാ കറികളും സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ വാഴയിലയായിട്ട് കൊണ്ട് വെച്ച് വൃത്തിയാക്കി. അങ്ങനെ ടോട്ടൽ ഇത്രയും പപ്പടം നമ്മൾ പൊരിച്ചെടുത്തു. പപ്പടം പൊരിക്കലൊക്കെ അമ്മയുടെ ജോലിയായിരുന്നു. അങ്ങനെ അമ്മ കുറേ നേരം നിന്ന് പപ്പടമൊക്കെ പൊരിച്ചു. പിന്നെ തൊട്ടടുത്ത് തന്നെ പായസം നല്ല പോലെ തന്നെ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കുറുകാതെ നല്ല പോലെ തന്നെ അടിപൊളിയായിട്ടാണ് പായസം ഇരുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നെയ്യൊക്കെ എടുത്ത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അനിയത്തിയും എല്ലാവർക്കും അതുപോലെ വിളമ്പി കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പാപ്പയും മാമനും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല വലിയ ഇല നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്.
മാമനും അപ്പാപ്പയും അതിൻ്റെ കൂടെ തന്നെ ഉണ്ണിക്കുട്ടനും ഇപ്പോൾ ഇരുന്ന് കഴിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുവാണ്. അങ്ങനെ ഇലയിൽ ഓരോരോ കറികളായിട്ട് അതേ ഓർഡറിൽ നമ്മൾ വച്ച് കൊടുത്തു. ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഇതുപോലെ എല്ലാവരുടെ കൂട്ടത്തും അവനും ഇങ്ങനെ ഓരോരോ കറികൾ വെച്ച് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മളും വിളമ്പി ഇങ്ങനെ അവർക്കും ഇതുപോലെ വിളമ്പിയൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് നല്ല സന്തോഷമായിരുന്നു എല്ലാവർക്കും. എന്നിട്ട് പിന്നെ ഉണ്ണിക്കുട്ടനെ തറയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവനെ പിടിച്ച് തറയിലൊക്കെ ഇരുത്തി. മാമനും അവൻ്റെ കൂടെ തന്നെ തറയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളും തറയിലാണ് കേട്ടോ ഇരിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ കറികളും വിളമ്പിയിട്ടുണ്ട്. ഇനി അവിയലും കൂടെ വെച്ചാൽ എല്ലാം ആവും. പിന്നെ ഇനി ചോറും പരിപ്പും ബാക്കിയുള്ള കറികളൊക്കെ ഒന്ന് വരണം. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങി, അനിയത്തിയും ഞാനും അങ്ങനെ എല്ലാവരും. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. പിന്നെ ഒരു വിഷമമെന്ന് പറയുന്നത് ഇനി 4 ദിവസമേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ. എന്നിട്ട് ഇനി വീണ്ടും സ്കൂളിലൊക്കെ പോകണം ഗൈസ്. പിന്നെ എല്ലാ കറികളും അടിപൊളിയായിരുന്നു. അങ്ങനെ ചോറിൻ്റെ കൂടെ ഓരോരോ കറികൾ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ ബലിക്ക് ശേഷം ഇന്നാണ് നമ്മൾ അടിപൊളിയായിട്ട് ഇന്ന് സദ്യ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു. ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ സദ്യയാണ് വെച്ചത് കേട്ടോ. അതിന് ശേഷം ഇതുപോലെ പൂച്ചയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ബാക്കിയുള്ള വേസ്റ്റിൽ ഇതുപോലെ ഇലയിൽ തന്നെയാണ് സദ്യ കൊടുത്തത്. ഫുഡും കാര്യങ്ങളും സദ്യയൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനിയാണെങ്കിൽ നമ്മൾ ഓണപരിപാടിയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഫസ്റ്റ് വരെ അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിൽ കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഏകദേശം കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു കുപ്പിയിൽ അവിടെ നിന്ന് ഇതുപോലെ കൈക്കുമ്പിളിൽ ഇതുപോലെ വെള്ളവും കൊണ്ട് ഇവിടെ കുപ്പിയിൽ കൊണ്ട് ഒഴിക്കണം. അതാണ് ചലഞ്ച്. അപ്പോൾ ആദ്യം ആരെ കുപ്പിയാണോ ഹാഫ് ആവുന്നത് അവരാണ് ജയിക്കുന്നത് കേട്ടോ. ഗെയിമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളാണെങ്കിൽ അവിടുത്തെ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ സേമിയ പായസമായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചു. പിന്നെ ബാക്കി അമ്മയും മാമിയും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ പന്തി അവർ കഴിച്ചു തുടങ്ങി. അപ്പോൾ അവരാണെങ്കിൽ രാവിലെ മുതൽ അധ്വാനിച്ച് ഓരോരോ കറികളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റേതായ എല്ലാ കറികൾക്കും അടിപൊളിയായിട്ട് രുചിയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ണിക്കുട്ടൻ ഇതുപോലെ പായസം കുടിക്കുവാണ്. അങ്ങനെ അവരും കൂടെ കഴിച്ചിട്ടാണ് നമ്മളിതുപോലെ കളി തുടങ്ങിയത്. ഫസ്റ്റ് തന്നെ അങ്ങനെ ടൈമർ എന്നൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ 3 പേരും ഇതുപോലെ വെള്ളം കൊണ്ട് ഓടുന്നുണ്ട്. വെള്ളം കൊണ്ട് ഇതുപോലെ ആ ഒരു കുപ്പിയിൽ ഇങ്ങനെ ഒഴിക്കണം കേട്ടോ. അനിയത്തിയുടെ കുപ്പി ആദ്യത്തെ ഇതിൽ തന്നെ വന്ന് വീണു. എന്നിട്ട് അവൾ നേരെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നേരെ വന്ന് കുപ്പിയൊക്കെ നേരെ വച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാശിയേറിയ കളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ജയിക്കണമെന്നുള്ളൊരു മൈൻഡിലാണ് എല്ലാവരും കളി തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് നേരം നമ്മളാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ വെള്ളം നിറച്ചുകൊണ്ടിരുന്നു. പക്ഷേ അനിയത്തിയുടെ കുപ്പി വീണ്ടും അവൾ തളരാതെ വീണ്ടും വെള്ളം ഒഴിച്ച് അങ്ങനെ ജയിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പം അനിയത്തിമാരും അതുപോലെ തന്നെ ഞാനും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുറ്റത്ത് ഫുള്ളും നല്ല പോലെ തന്നെ പായലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പതുക്കെ നടക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇത്രയും പതുക്കെ നമ്മൾ പോകുന്നത്. നമുക്കാണെങ്കിൽ ഏകദേശം 5 മിനിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ കേട്ടോ 5 മിനിറ്റ് ആവാൻ. അങ്ങനെ ലാസ്റ്റ് 5 മിനിറ്റ് ആയി. അങ്ങനെ നേരെ അമ്മയാണെങ്കിൽ കുപ്പിയൊക്കെ എടുത്ത് നോക്കി ആർക്കാണെന്ന്. അപ്പോൾ ആദ്യത്തെ കുപ്പിയിൽ നല്ല അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് കേട്ടോ ജയിച്ചത്. അപ്പോൾ അതിൽ നല്ല അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള 2 കുപ്പിയിൽ അനിയത്തിമാരുടെ 2 കുപ്പിയിൽ സെയിം ആയിരുന്നു കേട്ടോ. ഒന്ന് വലിയ കുപ്പി ആയതുകൊണ്ടാണ് കുറച്ച് തോന്നിക്കുന്നത്. അനിയത്തിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ ഞാൻ ഇത്രയും നിറച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അനിയത്തിക്ക് ഫസ്റ്റ് കിട്ടാത്തതുകൊണ്ട് അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അവളെ സമാധാനിപ്പിച്ച് അവളൊക്കെയാണ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മളെല്ലാവരും ഹാപ്പിയാണ്. ഇനി അടുത്താണ് നമ്മളുടെ കസാര കളി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാട്ടിട്ട് അവസാനിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു സീറ്റ് കിട്ടുന്നവർക്ക് ഇരിക്കാം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാട്ട് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. കൊച്ചു വെച്ചിടങ്ങിക്കാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഗായ്സ് അങ്ങനെ ഞാനാണ് ഗായ്സ് അടുത്ത ഇതിൽ ജയിച്ചത്. പിന്നെ അനിയത്തിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ 2 അനിയത്തിമാരെ ഒന്നും കൂടെ കളിപ്പിച്ചു. അതിൽ മണിക്കുട്ടിയാണ് കേട്ടോ ജയിച്ചത്. അങ്ങനെ അവള് ജയിച്ചു. നിനക്ക്
second. ഈ ഒരു മൂന്നാമത്തെ കളി എന്ന് പറയുമ്പോൾ കുറേ മുട്ടായി ആണെങ്കിൽ അവിടെ ഒരു കവറിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു കവറിൽ നിന്ന് ഓരോന്നായിട്ട് പറക്കാവും. അപ്പോൾ ഓരോന്നായിട്ട് പറക്കി ഇപ്പുറത്തുള്ള ആ ഒരു കസാരയിൽ കൊണ്ട് വയ്ക്കണം കേട്ടോ. അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ 2 കസാര എടുത്തിട്ടുള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടത് ഒരു സ്റ്റൂളിലാണ് കേട്ടോ. അങ്ങനെ നമ്മളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാശിയേറിയ ഗെയിമായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കൂട്ടി നോക്കുമ്പോൾ ആർക്കാണോ കൂടുതൽ അവരാണ് വിന്നർ ആവുന്നത്. അങ്ങനെ ഗെയിമൊക്കെ ഏകദേശം അവസാനിച്ചു. ഈ ഒരു ഗെയിം അങ്ങനെ നമ്മളാണെങ്കിൽ ടോട്ടൽ കിട്ടിയ മുട്ടായൊക്കെ എണ്ണി നോക്കാൻ പോവുകയാണ് കേട്ടോ. അടുത്ത ഗെയിമിൽ വിന്നറായി ചുള്ളത് മണിക്കുട്ടിയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ഷേക്കൻഡ് കൊടുത്തു. കുപ്പിയാണെങ്കിൽ 3 കസാരകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 3 ബക്കറ്റിൽ ഇതുപോലെ നിന്ന് കറങ്ങണം കേട്ടോ. അപ്പോൾ 10 തവണയൊക്കെ ഇതുപോലെ കറങ്ങിയിട്ട് ഓടി വന്ന് നമ്മൾ ആ ഒരു അടപ്പും കൊണ്ട് ആ ഒരു കുപ്പി അടയ്ക്കണം. അതാണ് ടാസ്ക്. അങ്ങനെ നമ്മൾ അടച്ചു വന്നതിന് തല ഇറക്കമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളാണെങ്കിൽ അവിടെ നിന്ന് മാറി അടുത്ത ഗെയിമിലോട്ട് പോയി. അടുത്ത ഗെയിം ഇതുപോലെയാണ് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണെന്ന് വെച്ചാൽ കസാരകളിൽ ആൾക്കാരെ ഇരുത്തുക, എന്നിട്ട് ഇങ്ങനെ കുപ്പി ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അവരാണെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്ര നമ്പർ പറയുന്നു അത്രയും തവണ ഇങ്ങനെ ബോട്ടിൽ വെച്ചും ജസ്റ്റ് ഒന്ന് അടിക്കണം. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഗെയിം വരുന്നത്. അങ്ങനെ 2 തവണയും അനിയത്തിക്ക് പറഞ്ഞ പോലെ തന്നെ അനിയത്തിക്കാണ് വന്നത്. അങ്ങനെ നമ്മൾ ഗെയിം തുടർന്നു. കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനത്തെ ഈ ഒരു ഓണം. അടുത്തതായിട്ട് മണിക്കുട്ടിയാണ് കേട്ടോ. അതുപോലെ തലയിൽ അടിക്കാൻ പോകുന്നത് നമ്മളാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പും ഒക്കെ പറഞ്ഞു. ആദ്യം തന്നെ അമ്മയ്ക്കാണ് കിട്ടിയത്. അടുത്തതായിട്ട് ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിയാണ് കേട്ടോ ഇരുന്നത്. പിന്നെ മാളുവാണ് ഇതുപോലെ അടിക്കാനായിട്ട് നിന്നത്. ഉണ്ണിക്കുട്ടൻ എങ്ങനെയാണെങ്കിലും അവനാണെങ്കിൽ നമ്പേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു അടി കൊടുക്കേണ്ട. അങ്ങനെ അവനാണെങ്കിൽ പിന്നെ തിരിഞ്ഞിരുന്ന് നോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് നല്ലോണം തന്നെ ഈ ഒരു കളിയിൽ നല്ല പോലെ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ഇന്നത്തെ ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.